രാവിലെ തന്നെ എന്താ ചായക്ക് ഉണ്ടാക്കാന്നുള്ള ആലോചനയിൽ അവസാനം അമ്മ വന്നെത്തിയത് നൈസ് പത്രിയിലാണ് കേട്ടോ. ഞാനാണെങ്കിൽ നൈസ് പത്രിക്ക് പറ്റിയൊരു കുറുമക്കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറി അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ മീൻകറി ഉണ്ടാക്കുന്ന ഒരു ചട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി സ്റ്റവിൻ്റെ മുകളിൽ കയറ്റി വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വന്നതോടുകൂടി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തു. നല്ല പോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂത്തെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ല പോലെ ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ക്യാരറ്റിൻ്റെയും ഉരുളൻകിഴങ്ങിൻ്റെ ഒക്കെ ഒരു പച്ചമണം ഉണ്ട്, അത് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച് തക്കാളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. പതുക്കെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒന്നും ഉടഞ്ഞ് പോവരുത്. പതുക്കെ നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഒരു 3-5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോഴാണ് ഈ കുറുമക്കറി ഉണ്ടാക്കാനുള്ള ബോധോദയം വന്നത്. അപ്പോൾ ഉള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എരിവിന് കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടി ആയതുകൊണ്ട് 2-3 പച്ചമുളക് തന്നെ ധാരാളമാണ്. പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറുമ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത്. പലരും പല ടേസ്റ്റിലും പല രീതിയിലാണ് കുറുമക്കറി ഉണ്ടാക്കാറുള്ളത്. ഞാൻ പല സ്ഥലത്തുനിന്നും കഴിച്ചുള്ള കുറുമക്കറി ടേസ്റ്റ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. ഈസി ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസും ചിക്കനും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കറി തയ്യാറാക്കുന്ന നേരം കൊണ്ട് അമ്മ നൈസ് പത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ കറി ആ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണിത്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ചെറുതീയിൽ വേണം കറി ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ചെറുതീയിൽ ഉണ്ടാക്കാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പില തണ്ടോട് കൂടി ഇട്ട് കൊടുത്തു ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ ഇത് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. ചിക്കനൊക്കെ നല്ല വെന്തൊന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കാൻ പാടുള്ളൂ കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഗരം മസാലയും കുരുമുളക് പൊടിയും അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ മതി. അതിനുശേഷം ചെറിയുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കുറുമ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടച്ചു വയ്ക്കുക. നൈസ് പത്തിരി, വെള്ളയപ്പം, നൂൽപുട്ട്, ബ്രെഡ് ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു ചിക്കൻ കുറുമ കറിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അമ്മ ചൂടോട് കൂടി നൈസ് പത്തിരിയും കുറുമക്കറിയും ടേസ്റ്റ് ചെയ്തൊക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നിങ്ങൾ പല തവണ ഉണ്ടാക്കും. ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയതിന് ശേഷം പല വട്ടം ഉണ്ടാക്കി സക്സസ് ആയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.